However, we remain meeting here and to strive for the establishment of peace and goodwill among all people, for the elimination of all bars of color and creed, for the proper President Anil, PDG KP Ramachandran Nair, റോട്ടറി നേതാക്കന്മാരെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, കൊല്ലം വെസ്റ്റേൺ റോട്ടറി ക്ലബിനെ സംബന്ധിച്ച് വ്യാഴാഴ്ചകൾ ദുർദിനങ്ങളാണ്. 2 വ്യാഴാഴ്ചകളിൽ ഞങ്ങൾക്ക് 2 വിലപ്പെട്ട ജീവിതങ്ങളാണ് നഷ്ടപ്പെട്ടത്. 2006 ഞങ്ങളുടെ പ്രിയപ്പെട്ട റോട്ടറി അൽഫോൺസ് ജോസഫ്, കഴിഞ്ഞ വ്യാഴാഴ്ച ഞങ്ങളുടെ റൂളിംഗ് സെക്രട്ടറിയായ ശശികുമാർ സാർ. വളരെയധികം ഷോക്കിംഗ് ആയ 2 മരണങ്ങളായിരുന്നു, സമാനതകളുള്ള. പക്ഷെ ഈ മരണത്തിന്റെ ഒരു പ്രത്യേകത, ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ അന്നാണ് ശശികുമാർ സാർ നമ്മൾ വിട്ടുപോയത്. 11:30-ക്കാണ് ഞങ്ങൾ അദ്ദേഹത്തിന് വേറെ കഴിഞ്ഞത്. 12:30-ക്ക് അദ്ദേഹം ഞങ്ങളെ വേർപിരിഞ്ഞു. 1:30 മണിക്ക് സതീശൻ സാറിന്റെ ഫോൺ വന്നപ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ദുഃഖകരമായ വാർത്തയാണ് അദ്ദേഹം ഞങ്ങളെ അറിയിച്ചത്. എല്ലാ റോട്ടറിയൻസും അന്ന് ആ രാത്രി ഉറങ്ങിയിട്ടില്ല. ശശികുമാർ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം 2 വർഷമേ ആയിട്ട് ഞങ്ങളുടെ ക്ലബിൽ അംഗമായിട്ട് വളരെ നിശബ്ദനായി പ്രവർത്തിക്കുന്ന റോട്ടറിയനായിരുന്നു. റോട്ടറി എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും എല്ലാവരുടെയും സഹകരണം ഉറപ്പ് ലഭിച്ചതിന് ശേഷമാണ് അദ്ദേഹം സെക്രട്ടറി ആകുമെന്ന് സമ്മതിച്ചത്. പക്ഷെ അദ്ദേഹം പ്രസംഗ കലയിൽ വളരെ പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിയായിരുന്നില്ല. പലപ്പോഴും വോട്ട് ഓഫ് താങ്ക്സ് ഒക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ അന്ന് ഞങ്ങളൊക്കെ കണ്ടത് തികച്ചും വ്യത്യസ്തനായ റോട്ടറി സെക്രട്ടറി ആയിരുന്നു. വളരെ ആധികാരികമായിട്ടാണ് അദ്ദേഹം അന്ന് ക്ലബിന്റെ ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. അതുവരെയും ശരിക്കും ശശികുമാർ സാറിനെ കുറിച്ച് നല്ലൊരു സെക്രട്ടറി എന്ന അഭിപ്രായം ഞങ്ങൾക്ക് ഇല്ലായിരുന്നതാണ്. പക്ഷെ അന്നത്തെ മീറ്റിംഗിൽ അസിസ്റ്റന്റ് ഗവർണർ റോട്ടറി സുദർശനൻ അദ്ദേഹത്തെ കുറിച്ച് വളരെയധികം പ്രശംസിച്ച് സംസാരിച്ചു. നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ റോട്ടറി PG മുരളീധരനും അതുപോലെ തന്നെയാണ് സംസാരിച്ചത്. അപ്പോഴാണ് ശരിക്കും ഞങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വൈകിപ്പോയി. അദ്ദേഹം റോട്ടറി പഠിച്ചു തുടങ്ങുകയായിരുന്നു. റോട്ടറി ആസ്വദിക്കാൻ തുടങ്ങിയ സമയത്താണ് അകാലത്തിൽ അദ്ദേഹത്തെ നമുക്ക് നഷ്ടപ്പെട്ടത്. ഞാൻ മനസ്സിലാക്കിയത് ഈ ഗവർണേഴ്സ് വിസിറ്റിന് വേണ്ടി അദ്ദേഹം എത്രയോ ദിവസങ്ങൾ ലക്ഷ്മിയോട് പോലും പറഞ്ഞു ഈ ആഴ്ച ഇങ്ങോട്ട് വരരുത്, എനിക്ക് അത്യാവശ്യമായി ഇതിന്റെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ലക്ഷ്മിയുടെ വരവ് പോലും അദ്ദേഹം തടഞ്ഞുകൊണ്ടാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചത്. വളരെ കമ്മിറ്റ്മെന്റോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഒരു റോട്ടറിയൻ ആ സമയത്താണ്. ഒരുപക്ഷെ അന്നത്തെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമ്മൾ അണയാൻ പോകുന്ന വിളക്കിന്റെ ആടിക്കെട്ട് എന്നൊക്കെ പറയുന്നത് പോലെ ആയിരിക്കാം. അന്ന് വീട്ടിൽ ചെന്നിട്ടും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയോടും അദ്ദേഹം ഇതിനെക്കുറിച്ച് എന്നെ ഒരുപാട് പേർ നല്ലതുപോലെ അഭിനന്ദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊക്കെ തോന്നിയത്, ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്, ഈ ദുഃഖത്തിന്റെ ആധിക്യം കൊണ്ട് നമുക്ക് മരണം ഉണ്ടാകാം, സന്തോഷാധിക്യം കൊണ്ട് ഉണ്ടാകുമോ എന്നിപ്പോ ഒരു സംശയം. കാരണം അദ്ദേഹം അത്രമാത്രം ആ ദിവസം സന്തോഷിച്ചിരുന്നു. അത്രമാത്രം റോട്ടറിയൻസ് അദ്ദേഹത്തെ എല്ലാവരും ക്ലബിലെ സകല ആൾക്കാരും അദ്ദേഹത്തെ പ്രശംസിച്ച് സംസാരിച്ചിരുന്നു. പക്ഷെ അങ്ങനൊരു നല്ലൊരു മനുഷ്യൻ, എല്ലാവരോടും വളരെ സ്നേഹത്തോട് മാത്രം പെരുമാറുന്ന ആ ഒരു വലിയ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയതിൽ ഞങ്ങൾ ഏറെ ദുഃഖിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരാനും കുടുംബത്തെ ആശ്വസിപ്പിക്കുവാൻ ഡിസ്ട്രിക്ട് ഗവർണർ ഉൾപ്പെടെയുള്ള എല്ലാ റോട്ടറി നേതാക്കളും വന്നിരുന്നു എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന്റെ മഹത്വത്തെ എടുത്തു കാണിക്കുകയാണ്. അന്ന് അദ്ദേഹം മരിച്ച ദിവസം തന്നെ ഇവിടെയുള്ള റോട്ടറി ക്ലബിലെ എല്ലാ മീറ്റിങ്ങുകളും നിർത്തിവെച്ചിരുന്നു അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ട്. പിന്നെ ഞങ്ങൾക്ക് അദ്ദേഹത്തെ സംസ്കരിച്ച ദിവസം തന്നെ അനുശോചനം സംഘടിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് പ്രസിഡന്റ് ഒന്നാമത് ഹോസ്പിറ്റലൈസ്ഡ് ആയിപ്പോയി. പിന്നെ പെറ്റ് സെമിനാർ നടക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ദുഃഖിപ്പിച്ചത്. പെറ്റ്സിൽ അന്ന് അനുശോചനം അദ്ദേഹത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡിസ്ട്രിക്ട് ഗവർണർ അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ടുള്ള അനുശോചന സന്ദേശം ക്ലബിന് അയച്ചിട്ടുണ്ട്. വളരെ ഒരു തീരാനഷ്ടം എന്ന് തന്നെ. കാരണം ഇനിയുള്ള വർഷങ്ങളിൽ ഞങ്ങൾക്ക് ഒരു നല്ല പ്രസിഡന്റിനെയാണ് ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നത്.
സ്നേഹസമ്പന്നനായ റോട്ടറിയൻ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് ഞങ്ങൾക്കുള്ള അനുശോചനം ഈ യോഗത്തിൽ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ചും Last Thursday, when our district governor had his official trip to a visit club, I myself and our secretary were together from afternoon 2 to 5 p.m. preparing for the governor's official visit. And we had the governor's official visit in a wonderful way. I must say that this happened only because of the sincere and efficient effort of our secretary, Dr. Shashi Kumar. He was a true Rotarian with a humble and polite behavior. With his demise, we lost a good Rotarian and for me, a humble and dedicated friend. He was a great help and support for me during my presidency and a personal friendship of my family. I placed on record my sincere condolence on the sudden demise of our beloved secretary, Dr. Shashi Kumar, and my prayers are with the Dream family. Thanks. His death is a profound loss to your club, but his remarkable legacy will live on. On behalf of the Rotarians of RI District 3211 and my family, allow me to extend our deepest condolences to the family members of Rotarian Shashi Kumar and the Rotarians of your club in this hour of sorrow. In particular, my thoughts and prayers are with the blessed bereaved family, and I pray that they find strength as they mourn this great loss. May the departed soul rest in peace. Rotarian P.G. Muralidharan, District Governor, Rotary District 3211. I got another message from Rotarian past District Governor Dr. G.A. George, who was not able to attend this meeting today. Dear President Rotarian Anil Joseph, I am extremely sorry that for not attending today's condolence meeting in memory of our beloved past secretary, Rotarian Shashi Kumar, due to unavoidable circumstances. I would like to remember our secretary, Rotarian Shashi Kumar, as a person with simplicity and humility in all his actions. My heartfelt condolence, which may please be conveyed to these bereaved family members. May his soul rest in peace. In remembrance to his commitment to contribute $100 during governor's visit last Thursday, I feel club should be able to fulfill his commitment from our club's account to show our gratitude. Yours in Rotary, past District Governor Dr. G.A. George, Rotary Club of Koiron, President. Thank you. ശശിയാണെന്ന് വേണ്ടിയില്ല, പക്ഷേ ഒരിക്കലും അദ്ദേഹത്തെ ലഭിച്ചേരുന്നതിന് കുറച്ച് 1.5 വർഷം മുമ്പ് അദ്ദേഹം വല്ലപ്പോഴും ഒക്കെ ആഴ്ചയിൽ മിക്കവാറും ശനിയാഴ്ച ദിവസവും മറ്റു രാമോപർത്തവി വരും. വരുമ്പോൾ അദ്ദേഹത്തെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള രവീണൻ്റെ കൂടെയാണ് വരുന്നത്. വന്നു കഴിഞ്ഞാലും സുബ്രേണൻ മധ്യമെല്ലാവരും ആഴ്ചയിലേക്ക് വന്ന് കുറച്ച് നേരം തമാശയൊക്കെ പറഞ്ഞിരുന്നവരൊക്കെ പറയും. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും സൗമ്യനായിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും സൗമ്യനായിട്ടും വളരെ ശാന്തനായിട്ട് എപ്പോഴും സംസാരിക്കുന്ന ഒരു നല്ല സുഹൃത്തായിരുന്നു. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അണ്ണൻ റിട്ടയർ ചെയ്യുന്ന എക്സിക്യൂട്ടീവ് റിട്ടയർ ഒക്കെ ചെയ്തിട്ട് ഇനിയിപ്പം വല്ലപ്പോഴും ഇനിയിപ്പോൾ നമുക്ക് ഈ സൗഹൃദം വല്ലപ്പോഴൊക്കെ നമുക്ക് കൂടാം എന്നുള്ള റോട്ടറീസ് നോക്കണം. അപ്പോൾ സുപ്രീം സപ്പോർട്ട് ചെയ്യും. രവിയെണ്ണം പറഞ്ഞു, നല്ലതാണ്, നിങ്ങൾക്ക് വല്ലപ്പോഴും ഒക്കെ കാണാനൊക്കെ സംസാരിക്കാനൊക്കെ സൗഹൃദം നിർത്താം. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ശരി ഞാൻ ചേരാമെന്ന് പറഞ്ഞു. സതീശനെ കൂടി അതൊന്ന് റീഎൻഫോഴ്സ് ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്നു. പക്ഷെ ഇവിടെ അദ്ദേഹം എല്ലാവരോടും എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും സൗമ്യനായിട്ടുള്ള ഇത്രയും ശാന്തനായിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഡോണുമായിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിന് വളരെ കൂടുതൽ BP ഉള്ള ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലോ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലോ
അത്രയും ശാന്തതയുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പം അത്രയും ശാന്തനായിട്ട് സംസാരിക്കുന്ന ഒരാള് ഇപ്പോൾ നമ്മുടെ മുഖ്യൻ സൂചിപ്പിച്ചത് ഇവിടെ ഗവർണറും നമ്മുടെ പ്രസിഡന്റും ബാക്കി അസിസ്റ്റന്റ് ഗവർണർ സുഭാഷനും ബാക്കി എല്ലാവരും അദ്ദേഹത്തിന്റെ സെക്രട്ടറിഷിപ്പ് എന്നുള്ള ആ കാര്യം വളരെ നല്ല രീതിയിൽ വളരെ ചിട്ടയായിട്ട് ഈ വർഷത്തെ എല്ലാ റിപ്പോർട്ടുകളും എല്ലാ മാസവും യഥാസമയം റിപ്പോർട്ടുകൾ കൊടുക്കുകയും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ യഥാസമയം അനിലിന്റെ ഇടയ്ക്ക് കുറച്ച് ദിവസം ഹോസ്പിറ്റലൊക്കെ ആയിരുന്ന സമയത്ത് പോലും ക്ലബിന്റെ എല്ലാ കാര്യങ്ങളും ചിട്ടയായിട്ട് ചെയ്ത് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോയ വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക തലത്തിൽ ഒരു വ്യക്തി എന്ന് പറയുകയും അദ്ദേഹം നമ്മുടെ ക്ലബിന് തീർച്ചയായിട്ടും അസറ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് ജനനവും മരണവും ഏറ്റവും വലിയ യഥാർത്ഥമാണ്. മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാനൊരു ഫിലോസഫി പറയുകയില്ല, പക്ഷേ ഒരു സത്യം പറയുകയാണ്. നമുക്ക് ഏതൊരു കാര്യത്തിനും നമുക്ക് ജീവിതത്തിൽ ഒരു മിഷൻ ഒരു ബാറ്ററി വാങ്ങിച്ചാൽ പോലും നമുക്ക് 1 വർഷത്തെ ഗ്യാരണ്ടി അല്ലെങ്കിൽ 6 മാസത്തെ ഗ്യാരണ്ടി. പക്ഷേ നമുക്ക് മനുഷ്യർക്ക് 1 ദിവസത്തെ പോലും ഗ്യാരണ്ടി ഇല്ല എന്നുള്ളതാണ് ഒരു വലിയ യഥാർത്ഥം. അപ്പം അത് ഒരു യഥാർത്ഥം തന്നെയാണ്. എപ്പോഴും ഏത് നിമിഷവും മനുഷ്യനെന്ന് നമുക്ക് എന്ത് സംഭവിക്കാം, അതാണ് നമ്മുടെ ഒരു സത്യം, അതൊരു യാഥാർത്ഥ്യം. അപ്പം അത് നമ്മൾ ആ യഥാർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളുക, അല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ ഒരു നല്ലൊരു മനുഷ്യൻ, നല്ലൊരു സുഹൃത്ത്, നല്ലൊരു ഭർത്താവ്, നല്ലൊരു അച്ഛൻ, നല്ല ഔദ്യോഗിക ജീവിതത്തിൽ നല്ല അത്രയ്ക്കും കഴിഞ്ഞ 8 മാസമായിട്ട് ശശിസാറും ഞാനുമായിട്ട് അത്ര ഒരു ആത്മബന്ധമുള്ള 2 വ്യക്തികളായി മാറിക്കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും അദ്ദേഹം എൻ്റെ ഓഫീസിൽ വരുമ്പോഴും പറയും. മിക്കവാറും റോട്ടറിയുടെ കാര്യങ്ങൾ ഡിസ്ട്രിക്ട് ഗവർണർ തലത്തിൽ വരുന്ന കാര്യങ്ങൾ പ്രസിഡന്റ് സെക്രട്ടറി വിളിക്കുമ്പോൾ കൂടുതൽ എനിക്ക് സെക്രട്ടറിയെ കിട്ടാറ്. പ്രസിഡന്റിൻ്റെ ജോലി തിരക്കിലും പ്രസിഡന്റിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു നല്ല സെക്രട്ടറി ആയിരുന്നു ശശികുമാർ സാർ. സാറ് അത്ര കൃത്യനിഷ്ഠയോടുകൂടി ഒരു സെക്രട്ടറിയുടെ അലങ്കരിച്ചിരുന്നു എന്നുള്ളത് അസന്നിഗ്ധമായി പറയാൻ എനിക്ക് സാധിക്കും. ഫെബ്രുവരി മാസം വരെയുള്ള എല്ലാ റിപ്പോർട്ടുകളും ആക്റ്റായിട്ട് 15-ാം തീയതിക്ക് മുന്നിൽ തന്നെ എൻ്റെ അടുത്ത് കോപ്പി കൊണ്ടുവന്ന് തരും. അത്ര നല്ല രീതിയിൽ ഈ ക്ലബിൻ്റെ യശസ് പോകാതെ ഇതിനു മുമ്പ് അവരുണ്ടാക്കിയ യശസ് ഇനിയും വർദ്ധിക്കണം എന്ന കൃത്യനിഷ്ഠ ബോധം ശശികുമാർ സാറിനുണ്ടായിരുന്നു. അത്ര നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ കഴിഞ്ഞ ഡിസ്ട്രിക്ട് ഗവർണർ വിസിറ്റുണ്ടാണ് അദ്ദേഹത്തിന് പ്രകീർത്തിച്ച് പറഞ്ഞതല്ല, റിയലായിട്ടും അദ്ദേഹം ചെയ്ത പ്രവൃത്തി നിങ്ങൾ റൊട്ടേറിയൻ സുഹൃത്തുക്കൾ അറിഞ്ഞിരിക്കണം. അത്ര നിഷ്കളങ്കനായ നല്ലൊരു മനുഷ്യൻ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി. പക്ഷെ നമ്മുടെ മനസ്സിൽ അദ്ദേഹം ജീവിക്കണം. അതിന് ഡോണും പാർവതിമുകളും അമ്മയും ഈ റൊട്ടേറിയൻ സുഹൃത്തുക്കളുമായി JP സാർ പറഞ്ഞതുപോലെ വല്ലപ്പോഴെങ്കിലും ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇരുന്നാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ സൗഹൃദ ബന്ധം തീർത്തും ഊട്ടി ഉറപ്പിച്ച് മുന്നോട്ട് പോകുവാൻ അതിന് വഴി തിരിയും. അത് മാത്രമല്ല, അങ്ങനെ മറന്നു പോകേണ്ട ഒരു വ്യക്തിത്വമല്ല ശശികുമാർ സാർ. എനിക്കും അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു കളങ്കരഹിതമായി പ്രവർത്തിച്ച് വന്ന ഒരു വ്യക്തിത്വമാണ്. അത്ര നിഷ്കളങ്കനായ ഒരു വ്യക്തി. പക്ഷെ പ്രഷർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ വളരെ സൗമ്യതയോടുകൂടിയാണ് സംസാരിച്ചത്. നല്ലൊരു വ്യക്തി. നമ്മളുടെ മനസ്സിൽ നിന്നും ആ ഓർമ്മ മായുന്നില്ല. നിങ്ങളുടെ ശശികുമാർ സാറിൻ്റെ ഈ നിര്യാണത്തിൽ നിങ്ങളുടെ കുടുംബത്തിനും നമ്മൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി നിത്യശാന്തി നേടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ ആരായിട്ട് പ്രയാസം. എൻ്റെ പ്രൊഫഷണലായിരുന്ന സമയത്ത് വളരെ ആത്മാർത്ഥമായി എന്ത് സംശയമുണ്ടെങ്കിലും തരണം ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോയി. ഇപ്പോൾ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് പോലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണുകയും വിവരം തിരക്കുകയും
ചെയ്യുമായിരുന്ന ശശി സാറ് നമ്മോടൊപ്പം ഇല്ല എന്ന് ശ്രദ്ധിക്കുമ്പോൾ ഒരു പ്രയാസം. രംഗബോധമില്ലാത്ത ഒരു കോമാളി എന്ന് നല്ലൊരു ശരിയാണെങ്കിലും മരണത്തോട് കീഴടങ്ങാൻ ശശി സാർ ഒരുക്കമല്ലായിരുന്നു. അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ ജോലികളും അന്ന് മീറ്റിംഗ് കഴിഞ്ഞ് വളരെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചപ്പോൾ നല്ല രീതിയിൽ ഒരു ചിരിയാണ് അദ്ദേഹം സമ്മാനിച്ചത്. പക്ഷെ അത്രയും നല്ലൊരു ചിരി ഈ റോട്ടറി ദിനങ്ങളിൽ അദ്ദേഹത്തിന് ഞാൻ കണ്ടതില്ല. വളരെ ദുഃഖം തോന്നുന്നു ആ നിമിഷങ്ങൾ ആലോചിക്കും. ഇവിടെ ചെയ്യാനുള്ള എല്ലാ പ്രവൃത്തികളും വളരെ കൃത്യമായി ചെയ്തു തീർത്തു. വീട്ടിൽ ചെന്നിട്ട് പോലും അവിടെ ചെയ്യാനുള്ള എല്ലാ ജോലികളും ലോൺ പറഞ്ഞ് രാത്രി സാധനം ചെയ്യുന്ന എല്ലാ ജോലികളും ചെയ്ത് വളരെ സന്തോഷവാനായിട്ടായിരുന്നു അദ്ദേഹം ഉറങ്ങാക്കുന്നത്. പക്ഷെ എന്തായാലും അദ്ദേഹത്തിന്റെ പ്രിയ പത്നി റോട്ടറിയുടെ ഒരു നിശബ്ദ സേവകയായിരുന്നു. ശശി സാറിന് ബുദ്ധിമുട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ പോലും സഹായിച്ചിരുന്ന ആ മാന്യ അദ്ദേഹം നമുക്ക് മിസ്സായി ആയിരുന്നു. ഈ ക്ലബിന് അവർ നമുക്ക് സേവനം കിട്ടിയതില്ല എങ്കിൽ പോലും ശശി സാറിന് നല്ലൊരു സപ്പോർട്ടായിരുന്നു അവരെന്നത് പിന്നീടാണ് അറിയാൻ. ആ കുടുംബത്തിനുണ്ടായ വിഷമം ലഘൂകരിക്കാൻ സർവീസിനോട് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തം. ആൾക്കാർ ദുരിതത്തിൽ അകാലത്തിൽ നിര്യാതനാകുമ്പോൾ പണ്ട് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ദൈവം അദ്ദേഹത്തിൻ്റെ പൂന്തോട്ടത്തിലെ ഏറ്റവും നല്ല പുഷ്പം പറിച്ചെടുക്കുന്നു. അതുപോലെ നമ്മൾ റോട്ടറിയിലെ ഏറ്റവും നല്ലൊരു പുഷ്പത്തെയാണ് ദൈവം നമ്മളിന്ന് പറിച്ചെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമുക്ക് എന്നും ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു എൻഡോമെന്റ് 19,000 രൂപയുടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിലൂടെ ഒരു എൻഡോമെന്റ് തുടങ്ങി അതിൽ നിന്നുള്ള പലിശ കൊണ്ട് സാധാരണ വിദ്യാർത്ഥികൾക്കോ ജോലികൾക്കോ ഒരു ഉപകാരം ഉണ്ടാകട്ടെ എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് എല്ലാ ആശയങ്ങളും ഞാൻ നേരിടുന്നു. അദ്ദേഹത്തിന് നിത്യശാന്തി നേരിടുന്നുണ്ട്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇരിക്കാൻ ശ്രമിച്ചു. അവിടെ സ്പീക്കർ ഇരിക്കുകയായിരുന്നു, ബോക്സ് ഇരിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ കീഴിൽ ഇങ്ങനെ ഒതുങ്ങിയിരുന്നപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് എഴുന്നേക്കുമ്പോൾ തലമുട്ടരുതെന്ന് ആംഗ്യ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ട്. നമ്മൾ നേരിട്ട് കണ്ട് ഒരു പരിപാടി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ആ പരിപാടി നല്ല രീതിയിൽ വിജയിപ്പിച്ച് ഗവർണർ നല്ല വാക്കുകൾ പറയുകയും അസിസ്റ്റന്റ് ഗവർണർ വളരെയധികം ശശികുമാർ സാറിന്റെ സേവനങ്ങളെ കുറിച്ച് വേണ്ടി പറയുകയൊക്കെ ചെയ്തത് ഒക്കെ കൊണ്ട് സന്തുഷ്ടനായി പുറത്തു വന്ന് ഇങ്ങനെയുണ്ടായിരുന്നു, നന്നായിരുന്നു ഒക്കെ പറഞ്ഞു. പക്ഷെ അതിനേക്കാൾ ഉപരി ഞാൻ ഉള്ളിരിക്കൽ എന്ന് പറയുന്ന DTP സെന്ററിൽ ചെന്നപ്പോൾ മറ്റൊരു വർക്കുമായിട്ട് അവിടെ ചെന്നപ്പോൾ സാറേ റോട്ടറിയിലെ ഞാൻ ഇത് പറഞ്ഞു, ഈ ശശികുമാർ സാറിന്റെ മരണത്തിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ഈ മരണത്തിന് പോയിട്ട് അവിടെ ഇതിന് അടക്കത്തിന് പോയിട്ട് വന്നിരിക്കുകയാണെന്ന് ശ്വാസംസ്കാരത്തിൽ പങ്കെടുത്തിട്ട് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ശശികുമാർ സാർ, ഏത് ശശികുമാർ സാർ ഇന്നലെ ഇവിടെ ഈ DTP സെന്ററിൽ ഇവിടെ വന്നിരുന്ന ഇന്നലെയും ഞാൻ ത്രൂ ഔട്ട് വർക്ക് ചെയ്ത ശശികുമാർ സാർ. അപ്പൊ ഒരു പത്രം എടുത്തോണ്ട് പത്രത്തിലെ ഫോട്ടോ എഴുതി മറ്റൊരാൾ ഒരു ലേഡി അത് എടുത്തോണ്ട് വന്ന് കാണിക്കുകയും ചെയ്തു. അപ്പൊ അവര് പറഞ്ഞത് വളരെയധികം ശാന്തമായിട്ടും വളരെയധികം ഒരു മാന്യനായിട്ടുമുള്ള ഒരു വ്യക്തി, വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു ശശികുമാർ സാർ എന്ന് പറഞ്ഞു. ഇവിടെ സൂചിപ്പിച്ചവരെല്ലാവരും തന്നെ പറഞ്ഞത് വളരെ ബഹുമാന്യനും വളരെ മാന്യനും സത്യസന്ധനും ശാന്തനും സൽസ്വഭാവിയും ആയ ഒരു വ്യക്തി ആയിരുന്നു ശശികുമാർ സാർ. ഇത് തന്നെയാണ് നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഒരു അവസ്ഥ. ജനിച്ചാൽ മരിച്ചേ പറ്റും. നമ്മൾ ബഹുമാന്യനായ PDG KP രാമചന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു മരണത്തിൽ പങ്കെടുക്കുമ്പോഴൊക്കെ നമുക്ക് അറിയാവുന്നത് നമ്മൾ ചെറുപ്പത്തില് പച്ചില പൊഴിയുന്നു, കഴുത്തല പൊഴിയുന്നു, ഒരു കാലം കഴിഞ്ഞ് സാധാരണ ഒരു ജീവിതകാലം മൊത്തം പൂർത്തീകരിച്ചിട്ട് ഉണക്കയില പൊഴിയുന്നു. അതുപോലെ ഇതൊക്കെ നമ്മുടെ മുന്നിൽ തരുന്നത് സൂചിപ്പിക്കുന്നത് ഈ നന്മയാണ് അവശേഷിക്കുന്നത് എന്നുള്ളതാണ്.
ഇവിടെ ശശികുമാർ സാറിന്റെ നന്മയാണ് എല്ലാവരും ഒരുപോലെ വീഴ്ത്തി പറഞ്ഞത്. അദ്ദേഹം വളരെ ശാന്തനായിരുന്നു. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാലയളവ് വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ യാതൊരു കൈക്കൂലിയോ അങ്ങനെയുള്ള ഒന്നും വാങ്ങാതെ സത്യസന്ധതയോടുകൂടി ജോലി ചെയ്ത്, പ്രത്യേകിച്ചും അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പിലാണ് ജോലി ചെയ്തത്. അതിൽ നിന്നും KIP-യിലേക്ക് മാറി. KIP-യിലായിരുന്നു അവസാനം എന്നാണ് അറിഞ്ഞത്. KIP-യിൽ നിന്നാണ് കന്നഡ എഡ്യൂക്കേഷൻ പ്രോജക്റ്റിലായിരുന്നു അവസാനം വർക്ക് ചെയ്തത്. അപ്പൊ അങ്ങനെ തികഞ്ഞ സത്യസന്ധതയോടുകൂടി ജോലി ചെയ്ത അദ്ദേഹം ഇവിടെ ഈ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ മാതൃകാപരമായിട്ട് ഫോർവേഡ് ടെസ്റ്റ് അതേപടി ഉയർത്തി കാട്ടിയ ഒരു ട്രൂ റൊട്ടേറിയനായിരുന്നു ശശികുമാർ സാർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെയും വേർപാട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരിക്കലും താങ്ങാൻ സാധിക്കുകയില്ല എന്ന് എനിക്കറിയാമെങ്കിൽ പോലും സർവേശ്വരൻ ആ കുടുംബത്തിന് ബലം നൽകട്ടെ, അത്രയും പെട്ടെന്ന് അതിൽ നിന്നും ആ ദുഃഖത്തിൽ അവർക്ക് താങ്ങായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പരേതന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ ഇതിന് ഈ വെസ്റ്റേൺ റോട്ടറി ക്ലബിലെ അംഗങ്ങളോടും മറ്റെല്ലാ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് നിർത്തുന്നു. അദ്ദേഹത്തെ അവസാനമായിട്ട് നമുക്ക് കാണണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ട് കൂടി സാധിച്ചില്ല. അതുകൊണ്ട് ഇന്ന് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ഞാൻ എറണാകുളത്ത് നിന്ന് ഇവിടെ വൈകുന്നേരം എത്തുകയും ഇനി രാവിലെ തിരിച്ചു വീണ്ടും ബ്രാഞ്ചിലേക്ക് തന്നെ പോവുകയും വേണം. ശശിധരനെ ഞാനുമായിട്ടുള്ള അടുപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ SBT കടപ്പാക്കട ബ്രാഞ്ചിലെ മാനേജറായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇയാൾക്ക് വേണ്ടിയിട്ടായിരിക്കും കുറെ ഫണ്ട്സ് ട്രാൻസ്ഫറിന്റെ കാര്യം മറ്റേ കാര്യത്തിന് വേണ്ടിയിട്ടും അല്ലാതെ ഒരു വളരെയധികം ബിസിനസ് പരമായിട്ട് ഒരുപാട് ഡെപ്പോസിറ്റ് മറ്റു കാര്യങ്ങൾ തരികയും പിന്നെ നമ്മുടെ വെസ്റ്റേൺ ക്ലബിന്റെ ബാങ്കർ എന്നുള്ള നിലയ്ക്ക് നിരന്തരം അദ്ദേഹം ബാങ്കിൽ വരികയും ബ്രാഞ്ചിൽ വരികയും ഞാനുമായിട്ട് ഒരുപാട് നേരം സംസാരിക്കുകയും അവസാനമായിട്ട് മെമ്പർ സബ്സ്ക്രിപ്ഷന്റെ കാര്യം വരെ എന്നെ ഓർമ്മിപ്പിച്ച് ഞാൻ പൈസ വിളിച്ച് പറയുകയും കളക്ഷന്റെ കാര്യത്തിലൊക്കെ നല്ല ചെറുചെറുപ്പുള്ള സെക്രട്ടറിയുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശശിധരൻ സെഞ്ചി ഡോക്ടർ പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് 7:30 മണിക്ക് മീറ്റിംഗ് കൂടിയും 8:30 ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ 8-ന് മീറ്റിംഗ് ഇവിടെ കൂടിയിരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്നും 7:30 മണിക്ക് ഞാനും ഉണ്ടാവും, ശശിധരനുണ്ടാവും, സതീശനും കൂടെ വരും. ശശിധരന്റെ കയ്യിലാണ് അനുവാദിയുടെ താക്കോലിരിക്കുന്നത്. ആ താക്കോല് സൂക്ഷിപ്പുകാരനായിട്ടിരുന്നുള്ള ദിവസങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങൾ ഒരുമിച്ച് 7:30 മണിക്ക് കൂടെ വരുന്നു. കുറച്ചു കാലം കൊണ്ട് കൂടുതൽ ബന്ധം എനിക്ക് അദ്ദേഹമായിട്ട് സ്ഥാപിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ വളരെ കടുത്ത ഈ ആഘാതത്തിൽ ഈ നഷ്ടത്തിൽ എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും അഗാധമായ ദുഃഖം ഈ കുടുംബാംഗങ്ങളോടും അദ്ദേഹത്തിൻ്റെ ശ്രീമതിയോടും മക്കളോടും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിയാണ് അദ്ദേഹത്തിന് ആത്മാവിനെ നിത്യശാന്തി ചെയ്തത്. ഒട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ബിഗിനിങ് ഓഫ് ദി മന്തിൽ എല്ലാ ക്ലബിൻ്റെ പ്രശ്നമാണ് പേര് എഴുതുന്നത്. അപ്പോൾ എന്തോ 2 വാക്ക് പറഞ്ഞത് ഇൻസ്പയർഡ്, അതല്ല ഇപ്പോൾ പറയാൻ വന്നത്. ഇങ്ങനെ പോലുള്ള നല്ല മനുഷ്യർ പോകുന്നതിന് പലതും പറഞ്ഞെങ്കിൽ ഞാൻ കണക്കാക്കുന്ന ഒറ്റ കാര്യം, നമ്മളൊക്കെ നിർഭാഗ്യമുള്ളവരാണ്. നിർഭാഗ്യം എന്ന് വെച്ചാൽ നമ്മൾ എന്തോ കുറ്റം ചെയ്ത് നമ്മൾക്ക് അവരുടെ നല്ല മനസ്സിനെ കൂടുതൽ നാൾ അനുഭവിക്കാനുള്ള ഭാഗ്യമില്ലായ്മ എന്നാണ് ഞാൻ ഇന്ന് കാണുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ല മനുഷ്യരുടെ നേതൃത്വം വിട്ടുകൊടുക്കും. അതാണ് എൻ്റെ വാക്കുകൾ. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ശാന്തി നേർന്നുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ഇൻസ്പയറബിളായിട്ട് എൻ്റെ മനസ്സിൽ തന്നെ ഒരു മനുഷ്യനായതുകൊണ്ട് രണ്ട് വാക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാ കാലത്തും നമുക്ക് ഓർക്കണം. ഈ 23/3/2003 ബുധനാഴ്ച സ്കൂളിൻ്റെ വാർഷിക മീറ്റിംഗ് ഏതാണ്ട് 8:30 മണിക്കാണ് മീറ്റിംഗ് തീരുന്നത്. അന്ന് മീറ്റിംഗ് തീർന്നപ്പോൾ ശശികുമാർ സാറാണ് ഇരിക്കുക. അഡ്മിഷൻ ചോദിച്ചു. ബാക്കി സാധാരണ രീതിയിൽ റോട്ടറി ക്ലബിൻ്റെയൊക്കെ ഭാരവാഹികൾ സമ്മാനം കൊടുത്ത ഓരോ വർഷവും 6 മണി 6:30 അവർ പോകുന്നതാണ്. അത് എനിക്കങ്ങനെ പോകാം സാറേ, ഈ ക്ലബിന് ക്ഷീണമല്ലേ ഞാൻ പോയാൽ. അതുകൊണ്ട് 8:30 മണിയാണ് തീർന്ന് എല്ലാവരും പിരിഞ്ഞു പോകുന്ന ആ ഒരു രക്ഷകർത്താക്കൾ കൂടെയാണ് സാറ് അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ ഈ വർഷം ക്ലബിൽ നിന്ന് ഞങ്ങളുടെ സ്കൂളിന് ഏറ്റവും കൂടുതൽ ധനസഹായങ്ങളും സാധനങ്ങളും ബുക്കുകളും ഒക്കെ ഏറ്റവും കൂടുതൽ അത് ഫലപ്രദമായിട്ട് ഞങ്ങൾ വിനിയോഗിച്ചതുകൊണ്ട് ഇന്ന് 11 മണിക്ക് ഈ
ഈ സ്കൂളിന് ദേശീയ അവാർഡ് കിട്ടിയതായി പ്രഖ്യാപിച്ച് DPയുടെ ഉത്തരവ് ദേശീയ അവാർഡായിട്ട് സംസ്ഥാനത്ത് 7 സ്കൂളുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അധികം സ്കൂൾ ഞങ്ങളുടെ സ്കൂളാണ് ലീസ്റ്റ്. അതും ശശികുമാറിൻ്റെ സാറിൻ്റെ സഹായം കൊണ്ട് കിട്ടിയതാണ്. അതും ഞാൻ ഈ അവസരത്തിൽ നന്ദി സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സാർ പങ്കെടുത്ത വിവാദത്തിൽ ഞങ്ങൾക്ക് ഒരു ട്രിപ്പ് ഞങ്ങളുടെ സ്കൂളിൽ ഒരു റോട്ടറി ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട സ്കൂളാണ്. ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ, ആദിവാസി കുട്ടികൾ താമസിക്കുന്ന ഒരു ഹോസ്റ്റലിൽ ഒരു ഫ്രിഡ്ജ് ഗവർണർ വിസിറ്റ് നടക്കുന്ന ഫംഗ്ഷന് വെച്ച് തന്നു. അന്നേരം ആ ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുത്തതാണ്. ഞാൻ ഒരു ഐസാറിൻ്റെ അടുത്ത് പറഞ്ഞ ആ ഫ്രിഡ്ജ് ഹോസ്റ്റലിന്, ആദിവാസികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ നൽകിയത്. ആ ഫംഗ്ഷൻ്റെ അവസാനം ഞാൻ ശശികുമാർ സാറുമായിട്ട് കുറച്ച് നേരം സൗഹൃദ സംഭാഷണവും നടത്തി. വളരെ എന്നാൽ ഈ ഹൃദയത്തിൽ തട്ടിയ അതിൻ്റെ പിറ്റേന്ന് സാർ വിളിച്ചു പറയുന്ന പുള്ളി മരിച്ചുപോയി എന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നല്ല സുഹൃത്തായിരുന്നു ശശികുമാർ സാർ. അദ്ദേഹത്തിൻ്റെ ഈ അകാല മരണത്തിൽ സ്കൂളിലുള്ള അനുശോചനവും വ്യക്തിപരമായിട്ട് അനുശോചനവും കുടുംബാംഗങ്ങളെ അറിയിക്കുകയാണ്. Gratitude for organizing this meeting today here, for the posthumous honor of my father. At this juncture, I also wish to place on record that for the kind visit of many members of the Rotary Club to our residence to mitigate our bereavement. Further, I was told by many that my father's organizational caliber and capacity has been well appreciated by one and all. I was also delighted to hear that from many that my father's last presentation just a few hours before his death was exemplary, and it was told that the same should be emulated for other branches by other members as well. It would be my pleasure to announce here that this event presented to us is a token of your love and affection to my father, and it will always remain as an object of cherishment for years to come. Thank you once again, and I request all of you to remember him in your prayers so that God may bestow upon his soul all divine grace. That's all. Thank you. ശശിയുടെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി എല്ലാവരും Important that I express a few feelings. It's rather natural when we condone this meeting that our praises heap upon people. But I think all the expressions and all the impressions made about this late Rotarian Shashi Kumar are true and worthy. I've been fortunate enough to have a few last minutes of talk with him, maybe lasting over a half an hour, speaking of a lot of things, including Dawn election. We spoke a lot, he advised me a lot, and I learned a lot of lessons from him. Simplicity, humility, and whatnot. Well, what he taught me, I'll give it to myself. All the same, I think he was a man that you children can be proud about. Me and my wife went over to the mortuary, prayed for him. He was unable to come for our functions because we were away. So my condolences. I appreciate the presence of all Rotarians here who can hear me, to remember him and pray for him. All senior colleagues, Rotarians from Well Western, Rotarians from other clubs. The very fact that Dr. Ravindran, I don't know, not Dr. Ravindran, Ravi sir, he could not even speak a few words about him. That means about that emotional attachment towards him. He was probably
born a Rotarian. Even before he joined Rotary, he lived a Rotarian, and I salute him.